വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള അപേക്ഷ വിദ്യാർത്ഥികൾക്ക് മെയ് 9-ാം തീയതിക്ക് ശേഷം നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിന് നൽകാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ ആ ഒരു വിവരം അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് dhsckerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയും ആ ഒരു ഡീറ്റെയിൽസുകൾ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വർഷത്തെ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം മെയ് 9-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഈ വർഷത്തെ ഈ ഒരു +2 സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ വിദ്യാർത്ഥികൾക്ക് ജൂൺ മാസത്തിലാണ് നടക്കുക. അതുപോലെ തന്നെ ജൂലൈ മാസത്തിലാണ് ഇതിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. അപേക്ഷ മെയ് മാസം തന്നെ, അതായത് ഏകദേശം മെയ് 9-ാം തീയതിക്ക് ശേഷം തന്നെ വരും എന്നാണ് കരുതുന്നത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതാണ്. +2-ൽ മതിയായ മാർക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും, അതായത് ജയിക്കാൻ വേണ്ട മിനിമം മാർക്ക് നേടാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്കും, അതുപോലെ D+ ഗ്രേഡിൽ മുകളിൽ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും, അതായത് D+ഓ അതിന് മുകളിലോ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളോടൊപ്പം നിങ്ങൾക്ക് ജയിച്ച ഒരു റെഗുലർ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥിക്ക് ഈ ഒരു ആവശ്യമെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് 500 രൂപയാണ് ഫീസായിട്ട് വരിക. അതുപോലെ 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് വരിക. സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളോടൊപ്പമാണ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മതിയായ യോഗ്യത നേടാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര വിഷയങ്ങൾ ആണോ നിങ്ങൾ ഫെയിൽഡ് ആയിട്ടുള്ളത് ആ ഒരു വിഷയങ്ങളൊക്കെ സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 175 രൂപയാണ് ഈ ഒരു സബ്ജക്റ്റിന് സേ പരീക്ഷയ്ക്കുള്ള ഫീസ്. 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസാണ് വരിക. അതുപോലെ തന്നെ 2024-ലെ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു 2024-ലെ +2 സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അതായത് 2024-ലെ +2 പബ്ലിക് എക്സാമിനേഷനോ അല്ലെങ്കിൽ 2023-ൽ നടന്നിട്ടുണ്ടായിരുന്ന +1 കമ്പാർട്ട്മെൻ്റൽ വിഭാഗം പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ കമ്പാർട്ട്മെൻ്റലായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത കമ്പാർട്ട്മെൻ്റൽ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ ഒരു +2 സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങൾ ആ ഒരു സമയത്ത് രജിസ്ട്രേഷൻ ചെയ്ത വിഷയങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു സേ പരീക്ഷ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുള്ളൂ. രജിസ്ട്രേഷൻ ചെയ്യാത്ത വിഷയങ്ങൾക്ക് ഈ ഒരു സമയത്ത് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ 2023-ൽ +2 കഴിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് ഈ വർഷം ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവില്ല. അതായത് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഏത് വർഷമാണോ +2 കഴിഞ്ഞത് ആ ഒരു വർഷം തന്നെ നിങ്ങൾ ആ ഒരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഒരു വിഷയം ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള അവസരം പിന്നീട് നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ +2 സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള അപേക്ഷകൾ മെയ് 9-ാം തീയതിക്ക് ശേഷം നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒരു ഫോം കിട്ടും. ആ ഒരു ഫോം ഫില്ല് ചെയ്ത് നിങ്ങളുടെ ഫോട്ടോയും അതുപോലെ ഏതൊക്കെ വിഷയങ്ങളാണ് സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്നത്, തോറ്റ എല്ലാ സബ്ജക്റ്റും ഇംപ്രൂവ്മെൻറ്റില്ല സേ പരീക്ഷ എഴുതാൻ സാധിക്കും. ജയിച്ച വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു വിഷയം മാത്രം ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു അപേക്ഷയും അതുപോലെ അപേക്ഷാ ഫീസും നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിന് നൽകുകയാണ് ചെയ്യേണ്ടത്. പരീക്ഷ ജൂൺ മാസവും അതുപോലെ തന്നെ റിസൾട്ട് ജൂലൈയും ആണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ജയിക്കുന്ന വിദ്യാർത്ഥികൾക്കും തോൽക്കുന്ന വിദ്യാർത്ഥികൾക്കും ഒരു കമ്പൈൻഡ് സർട്ടിഫിക്കറ്റാണ് തരിക. അതായത് നിങ്ങളുടെ ഈ ഒരു +2-ൻ്റെയും +1-ൻ്റെയും മാർക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ജയിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ജയിച്ച മാർക്കും തോറ്റിട്ടുണ്ടെങ്കിൽ ആ ഒരു തോറ്റ മാർക്കും ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു കമ്പൈൻഡ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും തരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.